ഇതിൻ്റെ ഈ ഐഡിയ രാകേഷേട്ടൻ എൻ്റെ അടുത്ത് തട്ടത്തിൻ മറയത്തിൻ്റെ ഷൂട്ടിന് ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പിന്നെ അപ്പം തന്നെ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. നമ്മൾ ചെയ്ത സിനിമകളിൽ നിന്ന് മാറിയിട്ടുള്ളൊരു സിനിമയാണെന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ രാകേഷേട്ടനും ഞാനും ഞങ്ങൾ ഒരുമിച്ച് സിനിമ കണ്ട് വളർന്ന ആൾക്കാരാണ്. ഞങ്ങൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ സിനിമ ഡിസ്കഷൻസ് നടന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനങ്ങൾ, തിരക്കഥയിലുള്ള തീരുമാനങ്ങൾ മാച്ച് ചെയ്യും. ചില സമയത്ത് ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാവും. ചില കാര്യങ്ങളിൽ നമ്മൾ തർക്കിക്കും. പക്ഷേ ആ തർക്കം ഒരിക്കലും ഒരു ഭയങ്കര ഒരു വേറെ ലെവലിലേക്ക് പോകില്ല. അതിൽ ഇപ്പം എൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ രാകേഷേട്ടൻ അഗ്രി ചെയ്യും, രാകേഷേട്ടൻ്റെ ഭാഗത്താണ് ശരിയെങ്കിൽ ഞാൻ അഗ്രി ചെയ്യും. ആ രീതിയിലുള്ളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ടുണ്ട്. ഇത് പുറത്തുനിന്നൊരു എഴുത്തുകാരൻ്റെ കൂടെ എനിക്ക് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. കാരണം എനിക്ക് മറ്റാൾക്കാരോട്, എനിക്ക് വലിയ പരിചയമില്ലാത്ത ആൾക്കാരോട് തർക്കിക്കാനായി എനിക്ക് മടിയാണ്. ഞാൻ റിട്രീവ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് റൈറ്റേഴ്സിനെ നോക്കാത്തത് തന്നെ. പിന്നെ ഞാൻ സിനിമ കൺസീവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഡിറ്റ് പാറ്റേണിനെ പറ്റിയിട്ടും സ്ക്രീൻ പ്ലേയിൽ തന്നെ അതിൻ്റെ എഡിറ്റ് പാറ്റേണിനെ പറ്റിയിട്ട് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അപ്പോൾ രാകേഷേട്ടനാകുമ്പോൾ അതൊക്കെ പുള്ളിക്ക് മനസ്സിലാവും. പുള്ളി അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് കൺസീവ് ചെയ്യുന്നതും എഴുതുന്നതും. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ എഴുത്തെന്ന് പറയുന്നത് ഒരു വൻ ടെൻഷനാണ്. അത് ഷെയർ ചെയ്യാൻ ഒരാൾ വരുമ്പോൾ അൽഹംദുലില്ലാ എൻ്റെ എല്ലാ സിനിമകളിലും പുതിയ ആൾക്കാർ അഭിനയിക്കാറുണ്ട്. പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എൻത്യൂസിയാസം ഉണ്ടാവും. ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. മോർണിംഗ് ലൈറ്റിൽ വിളിച്ചാലും അവർ അഭിനയിക്കാൻ വരും, നൈറ്റ് ലൈറ്റിലാണെങ്കിലും അവർ അഭിനയിക്കാൻ വരും. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഡേറ്റ് ഇഷ്യൂസ് ഇല്ല. നമുക്ക് ഫുള്ളായിട്ടൊരു ആക്ടറിനെ നമ്മുടെ കയ്യിൽ കിട്ടും പുതിയ ആൾക്കാരാകുമ്പോൾ. ധ്യാൻ്റെ കേസിൽ ധ്യാൻ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടതിന് ശേഷമാണ് ധ്യാൻ അഭിനയിച്ചാൽ നന്നായിരിക്കും എനിക്ക് ഫീൽ ചെയ്തത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ ഫ്രണ്ട്സും അച്ഛൻ്റെ പല സുഹൃത്തുക്കളും ഒക്കെ എൻ്റെ അടുത്ത് പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നിൻ്റെ അനിയനെ അഭിനയിപ്പിച്ചൂടെ, അവന് സിനിമയിൽ താല്പര്യം ഉണ്ടെന്ന് കേട്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ. അവൻ സിനിമാറ്റോഗ്രാഫിയുടെ കോഴ്സ് ചെയ്യുന്നുണ്ട്, എഡിറ്റിങ്ങിൻ്റെ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആളുകൾ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ധ്യാൻ അഭിനയിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷമാണ് ഇവൻ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നത്. എന്നിട്ട് ഞാൻ ഉടനെ ധ്യാൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് പല ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആളുകളൊക്കെ അവരൊക്കെ ഇത് ധ്യാൻ ചെയ്താൽ ശരിയാവുമെന്ന് എന്നെക്കാളും ഉറപ്പുള്ള ആളുകളായിരുന്നു. അതിനുശേഷമാണ് ധ്യാൻ്റെ അടുത്ത് ഞാനിത് പറയുന്നത്. ഇപ്പം നമ്മളുമായിട്ട് ഡയറക്റ്റ് റിലേഷനുള്ള ഇപ്പോൾ എൻ്റെ അനിയൻ തന്നെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനും ധ്യാനും നേരത്തെ ഒരു 2-3 വർഷം മുമ്പൊക്കെ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ധ്യാന സിനിമയിൽ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും എൻ്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് നീ വരാൻ പാടില്ല. നീ വേറൊരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്താലേ നിനക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് ഒരു സ്പേസ് യൂസ് ചെയ്ത് അങ്ങനെ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ മാറി മറിഞ്ഞിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചത്. ഇല്ല, ധ്യാൻ അറിയില്ലായിരുന്നു. ഞാൻ അവൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് അവൻ അറിയാണ്ടാണ് ഈ ഷോർട്ട് ഫിലിം കാണുന്നത്. അപ്പോൾ ധ്യാൻ അവൻ ആഗ്രഹിച്ച ഒരു പെർഫെക്ഷനിൽ ആ ഷോർട്ട് ഫിലിം വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് അവനാരെയും കാണിച്ചിട്ടില്ല. പക്ഷെ ഞാനതിൽ ശ്രദ്ധിച്ചത് അവൻ്റെ പെർഫോമൻസ് മാത്രമായിരുന്നു. അതെനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ ധ്യാന് അത്ലറ്റിക്കാണ്. ഈ ക്യാരക്ടറിന് വേണ്ട ചില കാര്യങ്ങൾ അവൻ ഓൾറെഡി ഉണ്ട്. നമ്മളിതിൽ മെയിനായിട്ട് ഈ സിനിമയിലെ കാസ്റ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ചത്, ഇപ്പോൾ ഒരാളെ കാസ്റ്റ് ചെയ്തിട്ട് ആ ക്യാരക്ടറാക്കി മാറ്റാൻ നമ്മൾ വലിയ തോതിൽ ശ്രമിച്ചിട്ടില്ല. ആ ക്യാരക്ടറിന് പറ്റുന്ന ആളുകളെ നമ്മൾ ചൂസ് ചെയ്ത് അവരെ ആ ക്യാരക്ടർ അങ്ങ് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കും ബിഹേവ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. അത് ധ്യാൻ മാത്രമല്ല, ശോഭന ചേച്ചിയിൽ നിന്ന് തുടങ്ങി ഏറ്റവും ലാസ്റ്റിൽ ക്ലൈമാക്സിൽ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറിൻ്റെ ക്യാരക്ടർ ചെയ്ത ആൾ വരെ അങ്ങനെ തന്നെയാണ്. അവർക്ക് ആർക്കും വേറൊരാളായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം. അഭിനയിപ്പിക്കുമ്പോൾ എന്താ പറയുക, ഡിലൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഒരു ടെൻഷനും തരാത്ത ആർട്ടിസ്റ്റാണ്. ഭയങ്കര പ്രൊഫഷണലാണ്. അത് ആ പീരീഡിൽ വന്നിട്ടുള്ള എല്ലാവരുമാണ്. അവർ വളരെ കറക്റ്റാണ്. അവർ കറക്റ്റാകുമ്പോൾ നമുക്കും ആ രീതിയിലാവാൻ വേണ്ടിയിട്ട് നമ്മളും ശ്രമിക്കും. നമ്മളൊന്നും കറക്റ്റല്ല പല കാര്യത്തിലും. അപ്പോൾ അവരങ്ങനെയല്ല. അത് ആ ഓൾഡ് സ്കൂൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇപ്പോൾ വരുന്ന നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പറയുന്ന കാര്യമാണ്. ആ ജനറേഷനുള്ള കമ്മിറ്റ്മെൻറ്റും ഡിസിപ്ലിനും അതാണ് നമ്മൾ അവരുടെ നിന്ന് പഠിക്കേണ്ടത്. അത് നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ
നമ്മൾ നമ്മൾ സോളിഡ് ആയിരിക്കും, നമ്മുടെ ബേസ് വളരെ സ്ട്രോങ് ആയിരിക്കും. അത് ഒരു ഭയങ്കര കാര്യം തന്നെയാണ്. കൃത്യസമയത്ത് ലൊക്കേഷനിൽ വരുന്നത്, കൃത്യസമയത്ത് റെഡിയായിട്ട് ഒരു ക്യാരക്ടറിന് വേണ്ടി തയ്യാറാകുന്നത്, സ്പോട്ടിൽ വരുന്നതിന് മുമ്പ് ഡയലോഗ്സൊക്കെ പഠിച്ച് ക്യാരക്ടറിന് വേണ്ടി റെഡിയാവുന്നത്, ഷൂട്ടിന് വരുന്നതിന് മുമ്പ് തന്നെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ആലോചിച്ച് മൈൻഡിൽ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഇവരെടുക്കുന്നൊരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, പ്രിപ്പറേഷനും പിന്നെ അതിനെ വളരെ പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു രീതിയും അത് ഭയങ്കരമാണ്. അച്ഛനെ തിരക്കഥ നമ്മൾ എല്ലാ കേടുപാടുകളും തീർത്തിട്ട് അച്ഛന് വായിക്കാൻ കൊടുക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ നമ്മളിങ്ങനെ നിൽക്കുകയായിരുന്നു. കേടുപാടുകൾ തീർന്നപ്പോഴേക്കും തലേന്ന് രാത്രിയായി ഷൂട്ടിങ്ങിൻ്റെ. അതുകൊണ്ട് അച്ഛനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. അച്ഛന് പക്ഷേ ഇതിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. സിനിമ അച്ഛൻ ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. തിയേറ്ററിൽ പോയി കാണാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തിരക്ക് കുറഞ്ഞതിന് ശേഷം ഞാൻ പോയി കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും സംസാരിക്കുന്ന ഒരാളല്ല. ചിലപ്പോൾ സുഹൃത്തുക്കളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടാവും. നമ്മുടെ അടുത്ത് ഒരിക്കലും ഒരു ഡയറക്റ്റ് അപ്രിസിയേഷനോ അല്ലെങ്കിൽ ധ്യാനിനെ പറ്റി എൻ്റെ അടുത്ത് പറയുമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആളുമല്ല. അച്ഛൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സിനോട് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമായിരിക്കും. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഇപ്പോൾ തട്ടത്തിൻ മറയത്ത് തൊട്ടിട്ട് ജോമോൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഈസിയാണ്. അതായത് ജോമോനൊരു ക്യാമറാമാനാണ്, ഞാനൊരു ഡയറക്ടറാണ്, അങ്ങനെ ഒരു സംഗതി ഞങ്ങളുടെ ഇടയിലില്ല. അത് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ വർക്കിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ചില സമയത്തൊക്കെ ജോമോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സീനൊക്കെ ബ്രീഫ് ചെയ്ത് കഴിയുമ്പോൾ എടോ ഇവിടെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ എങ്ങനെയായിരിക്കും, അപ്പോൾ ഷാൻ ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ബിറ്റ്സൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് പ്ലേ ചെയ്ത് കൊടുക്കും. അപ്പോൾ ജോമോൻ ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ജോമോൻ്റെ തൊട്ടടുത്ത് ഈ സാധനം പ്ലേ ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കും. ഇത് പിടിച്ചുകൊണ്ടാണ് പുള്ളി ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. ആ രീതിയിൽ ഒരു ഭയങ്കര ഇൻവോൾവായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. ചില സമയത്തൊക്കെ ഇതിലെ ചില ഷോട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിയാക്ഷനൊക്കെ ഉണ്ടാവും ജോമോൻ്റെ ഭാഗത്തുനിന്ന്. ഒരു ഭയങ്കര റേസി ആയിട്ടുള്ള ഒരു ഷോട്ടൊക്കെ എടുത്ത സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അത് ട്രെയിലറിലെ ലാസ്റ്റ് ഷോട്ട്. അപ്പോൾ ആ രീതിയിൽ ഇതിൽ എക്സൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറാമാൻ ഉണ്ടല്ലോ, ഇന്ന് തകർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സെറ്റിൽ വരുന്നത് തന്നെ. അപ്പോൾ അത് ഭയങ്കര ഭാഗ്യമാണ്. ഇതേ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഷാനിനുള്ളത്. അപ്പോൾ ഷാനിനെ പറ്റിയിട്ട് പറയുമ്പോൾ എന്താ പറയുക, എൻ്റെ വിഷ്വലിൻ്റെ മ്യൂസിക്കൽ സ്ക്രീൻ പ്ലേ ആണ് ഷാൻ എഴുതുന്നത്. അത് ഇവരൊക്കെ സുഹൃത്തുക്കളായതുകൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ആർട്ട് ഡയറക്ടർ അജയേട്ടൻ, ഇവരൊക്കെ മലർവാടി തൊട്ട് എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അജയേട്ടൻ ഈ സിനിമ കണ്ടിറങ്ങിയിട്ട് അജയേട്ടൻ്റെ ഒരു സുഹൃത്ത് അജയേട്ടൻ്റെ കൂടെ എടുത്ത് ചോദിച്ചു, ഇതിൽ നീ എന്താ ആർട്ട് ചെയ്തത് എന്ന് ചോദിച്ചു. ഇതിൽ തിരയിലുള്ള എല്ലാ ഇൻറ്റീരിയറും സെറ്റാണ്. അതാർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് അജയേട്ടൻ്റെ കഴിവാണ്.